brought to my life, for all the wrong that you made right, for every dream you made come true, for all the love I found in you. I'll be forever thankful, baby. You're the one who held me up, never let me fall. You're the one who saw me through it all. You were my strength when I was weak. You were my voice when I couldn't speak. You were my eyes when I couldn't see. You saw the best there was in me, lifted me up when I couldn't reach. You gave me faith 'cause you believe I'm everything I am because you loved me. Ooh. You gave me wings and made me fly. You touched my hand, I could touch the sky. I lost my faith, you gave it back to me. You said no star was out of reach. You stood by me and I stood tall. I had your love, I had it all. I'm grateful for each day you gave me. Maybe I don't know that much, but I know this much is true. I was blessed because I was loved by you. You were my strength when I was weak. You were my strength. You were my voice when I couldn't speak. You were my eyes when I couldn't see. You saw the best there was in me, lifted me up when I couldn't reach. You gave me faith 'cause you believed I'm everything I am because you loved me. Oh, you were always there for me, the tender wind that carried me, light in the dark, shining your love into my life. You've been my inspiration through the lies you weren't true. My world is a better place because of you. You were my strength when I was weak. You were my strength. Voice when I couldn't speak. When I couldn't speak. When I couldn't see. You saw the best there was in me. Lifted me up. You gave me faith 'cause you believed I'm everything I am because you loved me. My voice. You saw the best there was in me. Believed I'm everything I am. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുള്ളതേക്കും ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ഈശോ പ്രതിവദിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്.
കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾക്കറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച എൻ്റെ പിതാവും എന്നോട് കൂടിയുണ്ട്. വിവാഹത്തിൻ്റെതായ എല്ലാ ക്രമങ്ങളും മനോഹരമാക്കി തീർത്ത് ഈ ദിവസത്തെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കാനായിലെ ഭവനം വിവാഹ വിരുന്നിൻ്റെ ദിവസം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥമുണ്ടായി. ആ ഭവനത്തിൻ്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ആ ഭവനം ആനന്ദത്താൽ നിറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മേ, ഇന്ന ദിവസത്തെ എല്ലാ തിരുക്രമങ്ങളിലും ഈ യാത്രകളിലും ഉടനീളം നിന്റെ വലിയ സംരക്ഷണവും നിന്റെ വലിയ മാധ്യസ്ഥവും തമ്പുരാന്റെ സന്നിധിയിൽ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ജീവനെയും റോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിന്ന് ആരംഭിക്കുന്ന വിവാഹ ജീവിതകാലം മുഴുവനും വിശ്വസ്തതയോടും സ്നേഹത്തോടും കരുതലോടും ഒക്കെ ഒരേ മനസ്സോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയും അനുഗ്രഹവും ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുടെ നിമിഷങ്ങളിൽ ഒരുപാട് മനസ്സിൻ്റെ ഐക്യത്തോടെ ജീവിക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും എളുപ്പമാണ്. പക്ഷേ ബുദ്ധിമുട്ടുകളൊക്കെ ഏതെങ്കിലും നേരത്തുണ്ടായാൽ ആ സമയത്തും ഒരേ മനസ്സോടെ ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഇവർക്ക് കൊടുക്കണേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. തമ്പുരാനെ, ഈശോയെ, ഇന്ന് നിന്റെ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, നിന്റെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവര് ഒന്നു ചേരുമ്പോൾ തമ്പുരാനെ, ആ ഒന്നു ചേരൽ ഇവരിൽ ഒരാളെ തമ്പുരാൻ നീ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് വരെ സ്നേഹത്തിൽ ഒന്നായി ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും നിന്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ കൊടുക്കണമെന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമാധാനവും ഐക്യവും സംരക്ഷണവും എപ്പോഴും നിങ്ങൾ എല്ലാവരോടും കൂടെ, പ്രത്യേകിച്ച് ജിമയോടും റോണിയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. റോണിയുടെയും ജിബിൻ്റെയും വിവാഹത്തിനായി നമ്മളൊന്ന് ചേരുമ്പോൾ ഒരു നിമിഷം ശാന്തമായി കൈകളൊക്കെ കൂത്തി കണ്ണുകളൊക്കെ അടച്ച് ജിബിനെയും റോണിയെയും അവരിന്ന് ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തെ
നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും വിശ്വാസത്തോടെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുക്കാം. വിശുദ്ധ കുർബാന മധ്യേ മലാഖമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ശുശ്രൂഷികൾ നമ്മളെ ഓർമ്മിപ്പിക്കും. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. ഓരോ വിശുദ്ധ ബലിയർപ്പണങ്ങളിലും ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും തമ്പുരാൻ നമുക്ക് തരുമെന്ന് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരു വഴിയൊഴി തെളിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിയുടെ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിയുടെ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിയുടെ ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബദ്ധരായിരുന്നേക്കത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ നീ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപ നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ അനുഗ്രഹം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും ഉദരപീഠത്തെയും മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലെ നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വലിയ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ നിങ്ങളുടെ സ്നേഹം മൂലം നിന്നെ നല്ല മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായ ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നമ്മളും നിറഞ്ഞുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരമയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നതിനെ അനുഗ്രഹിക്കുന്നവനെന്ന കാലത്ത് നടക്കുകയില്ല എന്നാലും ചികിത്സിക നമുക്ക് മാതൃകമായിരിക്കട്ടെ. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവ്വാധിപനാം കർത്താവേ, നീ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാമത്തിനോടെ നിന്നെ വിളിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. ും
ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുമേ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തെ കാണിക്കാൻ ഭാര്യമാർക്ക് കഴിയണം. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പീഞ്ഞമൊടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അണിശരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അപകടത്തെ നാദാവിനെ വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുമേ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കുടുംബത്തിന് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുമേ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യവുമായ
രഹസ്യമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകനോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നതെന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആളുകൾ ധനികളോടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 ആളത് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം കോളം നിറച്ചു. ഇനിയും പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കുടിച്ചത് വരുന്നത് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവനറിയില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞാക്കി വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വളരെയധികം പ്രാർത്ഥനകൾക്കും ഒരുക്കത്തിനും ശേഷം ദൈവത്താൽ ചേർക്കപ്പെടുന്ന, ഒരുമിച്ച് ചേർക്കുന്ന വലിയ ശുശ്രൂഷയിലേക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി നമ്മളിവിടെ കടന്നു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിൽ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇവർക്ക് നന്മകൾ നേടുവാനുമാണ് നമ്മളോട് കൂടിയിരിക്കുന്നത്. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ അകലെ നിന്ന്, പൂനെയിൽ നിന്ന്, അഹമ്മദ് നിന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തോമസ് അച്ഛൻ റൂണിയുടെ മാമോദിസ വരെ നടത്തിയ അച്ഛനാണ്. ഞാനും കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇവരോട് കൂടെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കുടുംബം പള്ളിയോട് കൂടുതൽ അടുത്തു നിൽക്കുകയും ഞങ്ങൾക്ക് ആ ഒരു ധ്യാനകേന്ദ്രം മറാഠിയിലുള്ള ധ്യാനകേന്ദ്രമാണ്. അച്ഛന്മാർക്ക് മറാഠിയൊക്കെ കുറച്ച് കുറവാണ്. പക്ഷേ അതൊക്കെ നിരത്തിയിരുന്നത് രാജവേട്ടനും ഈ കുടുംബമൊക്കെ വന്നിട്ടാണ്. നമ്മൾ മധ്യസ്ഥ പോരാട്ടം നടത്തുന്നു. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു തീക്ഷ്ണത അവിടെ എത്തിക്കാൻ ഇവരൊക്കെ മാർഗമായിരുന്നു. അത് മലയാളത്തിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ അവിടെ തന്നെ മഹാരാഷ്ട്രയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് മറാഠിയിലൊക്കെ വളരെ ഫ്ലുവൻ്റാണ്. ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മറാഠി ആണെങ്കിൽ മറാഠി. അപ്പോൾ ഒരുപാട് ഞങ്ങൾ കടപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കലാശന്മാരും ഞങ്ങൾ വിശ്വസിപ്പിക്കുന്നതായതുകൊണ്ട് വികാരിച്ചുകൊണ്ട് അവർക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ നിർബന്ധിച്ച് വിട്ടിരിക്കുകയാണ്. ഇവിടെ തീർച്ചയായിട്ടും പങ്കെടുക്കണം. അവരുടെ പ്രത്യേകമായ ആശംസകൾ, പ്രാർത്ഥനകൾ നേരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് അഹമ്മദ് നിന്നൊക്കെ വന്നവരുടെ പ്രത്യേകമായ ആശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. ഇന്നത്തെ ദിവസം നമുക്കും ഈ നവദമ്പതികൾക്ക് നേടാനുള്ള ഒരു വലിയൊരു ആശീർവാദമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, സ്ത്രീ പുരുഷനായി അവരെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം കൊടുക്കുന്ന ആശീർവാദമുണ്ട്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുകയും. ഇത് തന്നെയാണ് നമ്മുടെ ഈ പ്രാർത്ഥന. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. മൾട്ടിപ്ലിക്കേഷനാണ്, അഡീഷണൽ മൾട്ടിപ്ലിക്കേഷനാണ് നിങ്ങളുടെ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രാർത്ഥനയും ആശംസയും നമ്മൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കർത്തവ്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവം ആശീർവദിച്ചത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകാൻ പറഞ്ഞിരിക്കുക. മനുഷ്യർക്കോട് മുഴുവനായിട്ട് ആത്മാർത്ഥത്തോട് വന്നതാണ്. അത് തന്നെ അവരിലൂടെ നമ്മിലേക്കും ആ ഒരു കർത്തവ്യം വിവാഹിതരായിട്ടേക്ക് ഒരു കർത്തവ്യമാണ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. അപ്പോൾ അവിടുത്തെ നമ്മുടെ കഴിഞ്ഞ തലമുറയിലൊക്കെ വളരെയധികം സന്താനപുഷ്ടിയുള്ളവരായിട്ട് വളർന്നിരുന്നു. 10-12 ഒക്കെ മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് ഈ ഒരു ആശീർവാദം സ്വീകരിച്ചിട്ടുണ്ടോ
വിവാഹത്തെക്കുറിച്ച് അവർക്ക് കൊടുക്കേണ്ട ചെലവുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ വളരെ കുറഞ്ഞു പോകുന്നു. ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നില്ല, ദൈവത്തിൽ അത്രമാത്രം വിശ്വാസം വരുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു വിശ്വാസത്തിന്റെ ഒരു അളവുപോലാണ് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള മക്കളൊക്കെ. പിന്നെ പുതിയ നിയമത്തിൽ പറയുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം 1-ാമത് വാക്യം പറയുന്നത് ആഹ്വാനമാണ്. സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത്. ഒരു വിവാദത്തിന്റെ ഇടയ്ക്കൊക്കെ ആ വചനങ്ങൾ പറയുന്നത് വളരെ ഉചിതമല്ലാന്ന് എനിക്കറിയാം. പക്ഷേ പറഞ്ഞതിന് കാരണമാണ് നിങ്ങൾക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് പൗലോസ്യ പറഞ്ഞതിന് കാരണം. വിവാഹം കഴിക്കുന്നവർക്ക് ലൗകിക ക്ലേശങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം വലിയൊരു ഒരുക്കത്തോടും തയ്യാറെടുപ്പോടും കൂടെ പരസ്പരം കൈകൾ ചേർത്ത് ദൈവത്തിന് പരസ്പരം ഒന്നായി തീരുമ്പോൾ എന്താണ് സ്വീകരിക്കുന്നത്? ആ ലൗകികമായ ക്ലേശങ്ങളുടെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വിവാഹിതരാകുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടിയിരുന്നതുമായ കാര്യങ്ങളാണ്. ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് ഭൗതിക മുന്നറിയിപ്പ് തന്നിരിക്കുക. അപ്പോ അതൊരു വലിയൊരു ആർഭാടപരമായിട്ട് നമ്മൾ വിവാഹം നടക്കുമെങ്കിലും പരസ്പരം സ്വീകരിക്കുന്നതെന്ന ലൗകികമായ ക്ലേശങ്ങൾ. ഈ ഒരു ക്ലേശത്തിലുള്ള വലിയ സുഖങ്ങളും ആനന്ദങ്ങളും ദൈവാനുഭവവും ഒക്കെ ഉണ്ട്. പക്ഷെ വലിയ ക്ലേശങ്ങളൊക്കെ തന്നെയാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ ഒരുപാട് ക്ലേശങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എവിടെ നോക്കണം? ഇവിടെ വെച്ച് കയ്യിൽ വെച്ചാണ് നമ്മൾ സ്വീകരിച്ചത്. ആരിൽ നിന്നാണ് സ്വീകരിച്ചത്? ദൈവമാണ് യോജിപ്പിച്ചത്. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നാണ് സ്വീകരിച്ചത്. ക്ലേശങ്ങൾ ഉണ്ടാകും, മക്കളുണ്ടാകും, അവരുടെ പഠനം, അവരുടെ ജോലി മേഖല, അത്രമാത്രം അവരുടെ വിവാഹം, ഇന്നത്തെ അതും കഴിഞ്ഞിട്ടും ഒരുപാട് ക്ലേശങ്ങളാണ് നമ്മുടെ മുന്നിൽ. പക്ഷെ അതിനെല്ലാം ഉറപ്പ് തരുന്ന, നമുക്കെല്ലാം സാക്ഷ്യമായി നമ്മളോട് ഒത്ത് ഉണ്ടാകും. യുഗാന്തം വരെ എന്നും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ എല്ലാ ദുഃഖങ്ങളില്, സഹനങ്ങളില്, ആ ക്ലേശങ്ങളിലൂടെയുള്ള സന്തോഷത്തിൽ പരസ്പരം കഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷമാണെന്ന് ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. നമുക്കറിയാം, വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം മുതൽ ദൈവം യോജിപ്പിച്ചതാണ്. ഇവിടെ ദൈവമായിട്ട് കൽപ്പനയായിട്ട് തന്നിരിക്കുന്നു. ഇവിടെ പത്നിയെ പറയുന്നത് വചനമുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, വിവാഹിതോട് അധ്യായം 7-10 വിവാഹിതോട് ഞാൻ കൽപ്പിക്കുന്നു. ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. നമുക്ക് വളരെ കേട്ടുവരുന്നതാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇവിടെ പറയുന്നു ഭാര്യ ഭർത്താവിൽ നിന്നും വേർപിരിയരുത്. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഒരുമിച്ച് ക്ലേശങ്ങൾ സ്വീകരിക്കുക, ഒരുമിച്ച് ഒരു ചലഞ്ചായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുക. വരാൻ പോകുന്ന എല്ലാ ക്ലേശങ്ങളെയും മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് ജീവിക്കുക. ഇനി പൗലോസ്ലീഹ പറയുന്ന വേറെ കാര്യമുണ്ട്. കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ്, അധ്യായം 7-33 വാക്യം. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകും. ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതന്റെ കടമ എന്താ? സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന് ചിന്തിച്ച് വ്യാപൃതനാകും എല്ലാ മേഖലയിലും. അപ്പൊ നമ്മുടെ ചിന്ത, വിവാഹിതരായവരോടൊക്കെ ചിന്ത എന്താണ്? എങ്ങനെയായിരിക്കണം? സ്വന്തം ഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താം. ഇതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം പറയുന്നുണ്ട് അടുത്ത വചനത്തില്. വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരയാകുന്നു. വചനം തന്നെ പറയാണ്, തൽപരയാകണം. എന്തിനു വേണ്ടി? സ്വന്തം ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം.
ഭർത്താവ് എന്ത് വിചാരിക്കുന്നു? ഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താം. ഈ ഒരു ചിന്ത നമ്മിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ചിന്ത എന്തായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം? ഭാര്യ എങ്ങനെ പ്രീതിപ്പെടുത്താം, ഭാര്യ എന്ത് ചിന്തിക്കണം? ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ട്. കാരണം എന്താ? കറി ഉണ്ടാക്കുന്നു, ഭാര്യ നല്ല ഭക്ഷണമൊക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നു, ഭർത്താവ് ജോലി ചെയ്ത് അധ്വാനിച്ചു വരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലേക്കുള്ള വലിയ സന്തോഷത്തിൻ്റെ കാരണം അതാണ്. ഇത് തന്നെയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഭാര്യ എങ്ങനെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാം, ഭർത്താവ് എങ്ങനെ ഭാര്യയെ പ്രീതിപ്പെടുത്താം. ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, ധ്യാനിക്കണം ഓരോ ദിവസവും. ആദ്യത്തെ 1-2 വർഷങ്ങളല്ല. ദൈവത്തെ പോലെ തന്നെ നമ്മളും ഇവരെ ആശീർവദിച്ച് പറയുന്നു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ നമ്മൾ ആശീർവദിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവീസിലേക്കും നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സജീവനർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഇതിനനുഭവമായ ജീവിതം നയിക്കുവാൻ ദൈവവചനങ്ങളായി സ്ഥലരെ ക്ഷണിക്കുന്ന വിശുദ്ധനായി പ്രമാണങ്ങളനുസരിച്ച് മാതൃകപരമായ കുടുംബത്തിൽ നയിച്ച് സ്വർഗീയത്തിൽ പങ്കുകാരാകുവാൻ പ്രിയ സഹോദരനെ, ഈ വധവന്മാർ വിവാഹ കുദാശയാകാൻ പോകുന്നു. ഈ കുദാശ രോഗിയുടെ പരിഗണന ചെയ്യുന്നതിന് പുരോഹിതൻ കർശനമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളെല്ലാവർക്കും ഭക്തിയോടെ സ്നേഹത്തോടെ നിന്ന് അവനുമായി പ്രാർത്ഥിക്കാം. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഇവനെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ജിഗ്ന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോണിയെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ വിവാഹം നടപടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള വിവാഹങ്ങളുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു നിങ്ങളെ വാഗ്ദത്തത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിന്റെയും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ.
ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷം വഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് അവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന് അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം അണിധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഭക്തിയോടും സിദ്ധയോടും കൂടെ വിശുദ്ധ പങ്കുകൊള്ളട്ടെ.
യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ മനസുഖം നെങ്ങുപോയി എനിക്കില്ല ശാന്തി തെല്ലും നിമിഷസുഖം നുകരാൻ കരളിനു ദാഹമെന്നും സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ പകയുടെ തീക്കനലാൽ മുറിവുകളേറി എന്നിൽ ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ നിരന്തരം നിൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു പലരുടെ സന്മനസാൽ ഉയർന്നതു ഞാൻ മറന്നു അടച്ചൊരു കോട്ട പോലായി ഹൃദയത്തിൻ വാതിലെന്നും എളിയവർ വന്നിടുമ്പോൾ തിരക്കിൻ്റെ ഭാവമെന്നും ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ ഞങ്ങളുടെ കൃപാവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം കൈനീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തന്നെ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹാമിനെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഗുണാസിയായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ ദൈവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പരിശുദ്ധവുമായി സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശകളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേറ്റ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ വരങ്ങളിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയത്തിലേക്ക് സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I come before you today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. For all you've done in my life, you took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm. Good afternoon, ladies and gentlemen. Welcome to the wedding reception of Ronnie and Jigna. We are here to celebrate the newly wedded couple with happiness and bestow our wishes on them. Let's welcome the bride and the groom. I would now request parents of bride and groom to accompany them. Ronnie has a brother, Rick. He's doing his studies in Canada. Now let's hear about the bride's family. Jimina's father, Mr. Chago VC, is a retired government officer from the irrigation department, who hails from Melliaparambil family. And Jimina's mother, Mrs. Sophia MT, is a homemaker. Jimina works in the IT sector in Infosys Trivandrum. Jimina has a brother. He works as a software engineer. As Ronnie and Jimna embark on this journey together, I invite their parents to come forward and light the lamp.
An empty street, an empty house, a hole inside my heart. I'm all alone, the rooms are getting smaller. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh yeah. And oh my love, I'm holding on forever, reaching for a love that seems so far. So I say a little prayer and hope my dreams will take me there, where the skies are blue, to see you once again, my love. Overseas from coast to coast, to find the place I love the most, where the fields are green, to see you once again, my love. I try to read, I go to work, I'm laughing with my friends, but I can't stop to keep myself from thinking, oh no. I wonder how, I wonder why, I wonder where they are. The days we had.
മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് നൊടിയിൽ മതയാനെ മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുള്ളക്ക് 10-10 അണ്ണൻ തന്നെ
gone. Can hardly believe it, yeah. There's an angel standing next to me, reaching for my heart. Just a smile and there's no way back. Can hardly believe it, yeah. But there's an angel calling me, reaching for my heart. I know that I'll be okay now. This time it's real. I lay my love on you. It's all I wanna do. Every time I breathe, I feel brand new. You open up my heart, show me all your love, and walk right through. As I lay my love on you, I was lost in a lonely place. Could hardly believe it, yeah. Holding on to yesterday, far, far too long. Now I believe it's okay, 'cause this time it's real. I lay my love on you. It's all I wanna do. Every time I breathe, I feel brand new. You opened up my heart, show me all your love, and walk right through. Oh yeah, as I lay my love on you. I never knew the love could feel so good. Like a once in a lifetime, you changed my world. I lay my love on you. You make me feel brand new. Show me your love and walk right through. Oh yeah, as I lay my love on you. It's all I wanna do. Every time I breathe, I feel brand new. You opened up my heart, show me all your love, and walk right through. 'Cause I lay my love on you. I lay my love on you. You make me feel brand new. You opened up my heart, show me all your love, and walk right through. Oh yeah, as I lay my love on you. As I lay my love on you. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം
വണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂങ്കിരകൾ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ Blessed be the name, blessed be the name of the Lord. He is worthy to be praised and adored. So we lift up holy hands in one accord, singing, blessed be the name, blessed be blessed be the name of the Lord. Blessed be the name.